നമസ്തേ. ഞാനിന്നിവിടെ സംസാരിക്കുന്ന വിഷയം, നമ്മളെല്ലാവരും തന്നെ നിരവധി യൂട്യൂബ് ചാനലിലൂടെ ജ്യോതിഷ പങ്ക്തികളും ജ്യോതിഷത്തെക്കുറിച്ചുമൊക്കെ നമ്മൾ അറിയാറുണ്ട്. പക്ഷേ ജ്യോതിഷത്തിൽ ഇന്ന് അധികം ആൾക്കാർക്കും വിശ്വാസമില്ലാതെയായി മാറിയിരിക്കുകയാണ്. അതായത് വേദാംഗങ്ങളിൽ ഒന്നാണ് ജ്യോതിഷം. എന്നിട്ടും എന്തുകൊണ്ടാണ് നമുക്ക് വിശ്വാസമില്ലാതായത്? അത് കാലത്തിൻ്റെ ഗതി അനുസരിച്ച് ഇന്ന് വളരെ ഫാസ്റ്റിംഗ് യുഗമാണ്. അപ്പോൾ ജ്യോതിഷത്തിന് അവിടെ ഒരു പ്രസക്തിയും വരുന്നില്ല എല്ലാ കാര്യങ്ങൾക്കും. അപ്പം നമുക്ക് ഒരുപാട് മുഹൂർത്തങ്ങളും ഗ്രഹപ്രവേശങ്ങളും പൊരുത്തങ്ങളും ഇതൊക്കെ ഉണ്ട്. ഇതൊന്നും ഇന്ന് ഇതിൻ്റെ ആവശ്യമില്ല. കാരണം ഗൃഹപ്രവേശം നമ്മൾ ചെയ്യുമ്പോൾ അത് നമ്മുടെ വീട് നിർമ്മിക്കുന്ന ആ കണക്കിൻ്റെ അനുസരിച്ച്, അല്ലെങ്കിൽ എൻജിനീയറിൻ്റെ സമയമനുസരിച്ചാണ് എല്ലാ കാര്യങ്ങളും നീങ്ങുന്നത്. വിവാഹത്തിന് ഇന്ന് അധികം പ്രസക്തിയില്ല. കാരണം വിവാഹമെല്ലാം ഗാന്ധർവ വിധിപ്രകാരമുള്ള വിവാഹമാണ് നടക്കുന്നത്. അതുകൊണ്ട് അവിടെയും ജാതകത്തിൻ്റെ ആവശ്യം വരുന്നില്ല. പിന്നെ മുഹൂർത്തങ്ങൾ, അത് 11:10 മുഹൂർത്തം അല്ലെങ്കിൽ 11:50 മുഹൂർത്തമാണെങ്കിൽ നമ്മൾ എത്രയ്ക്കായാലും 12 മണിക്ക് ആ ചടങ്ങ് നടത്തത്തുള്ളൂ, അല്ലെങ്കിൽ അതിന് ബിഫോർ ടൈം. അപ്പം ഈ വേഗത അല്ലെങ്കിൽ ഈ ഫാസ്റ്റ് ലൈഫിൽ ഇതൊന്നും ആവശ്യമായിട്ട് വരുന്നില്ല. പിന്നെ എല്ലാവർക്കും കഷ്ടങ്ങളും ദുഃഖങ്ങളും പ്രശ്നങ്ങളും വരുമ്പോൾ എല്ലാവരും ജ്യോത്സ്യനെ സമീപിക്കാറുണ്ട് എന്നെനിക്ക് തോന്നുന്നു. പിന്നെ അതുപോലെ തന്നെ ഞാനിപ്പോൾ എവിടെയെങ്കിലും ചെന്നിട്ട് ഞാനൊരു ജ്യോതിഷിയാണ് എന്ന് പറയുന്ന സമയത്ത് ആൾക്കാർക്ക് ഒരു വലിയ കൗതുകമാണ്. ആ ജ്യോതിഷിയാണല്ലോ, അപ്പം എല്ലാവരും കഴിവുമെങ്കിൽ നമ്പർ വാങ്ങിക്കുകയും അല്ലെങ്കിൽ അവരുടെ ഗ്രഹനില അല്ലെങ്കിൽ അവരുടെ നക്ഷത്രം പറയുകയും ഒക്കെ ചെയ്യാറുണ്ട്. പക്ഷേ അങ്ങനെയൊന്നും പറയാവുന്ന ഒരു കപടശാസ്ത്രമല്ല ജ്യോതിശാസ്ത്രം. അത് ജ്യോതിശാസ്ത്രത്തിൻ്റെ പ്രധാന പുസ്തകമായ ശാസ്ത്രത്തിൽ ഫസ്റ്റ് പേജിൽ തന്നെ പറയുന്നുണ്ട്, അത് ഗുരുമുഖത്തു നിന്ന് അഭ്യസിച്ച വിദ്യയാണ്. അത് ഗുരുദക്ഷിണ കൂടി മാത്രമേ അത് പകർന്നു കൊടുക്കാവൂ എന്ന് പറയുന്നുണ്ട്. അപ്പം ആൾക്കാർ ചോദിക്കും, ഇത്രയ്ക്ക് വലിയ വിദ്യയാണോ എന്ന്. അങ്ങനെ അതിനകത്ത്, അതായത് ശ്രീ മുരുകൻ, നമ്മളൊരു കഥ കേട്ടിട്ടുണ്ട്. അച്ഛൻ ശിവൻ്റെ ജാതകം നോക്കിയാണ് ശ്രീ മുരുകൻ ആദ്യമായിട്ട് ജ്യോതിഷം പറഞ്ഞതെന്ന്. അപ്പം ശിവൻ ശപിച്ചതാണ്, പകുതി സത്യവും പകുതി മിഥ്യയുമായി പോകട്ടെ എന്ന്. അപ്പം അത് പ്രകാരമാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. ജ്യോതിഷം എന്ന് പറഞ്ഞാൽ പകുതി സത്യവും പകുതി മിഥ്യയുമാണ്. എന്നാൽ ജ്യോതിഷത്തിൻ്റെ പേര് പറഞ്ഞ് ഒരുപാട് പേരും പഞ്ചാംഗം വെച്ച് വെറുതെ പറയുന്നുണ്ട്. അതെല്ലാം തെറ്റാണ്. കൂടുതലും ഈ നമ്പൂതിരിമാർ അവർ ജ്യോതിഷം പഠിക്കാതെ പഞ്ചാംഗം നോക്കി പറയുന്നുണ്ട്. അഗാധമായൊരു ശാസ്ത്രമാണ് ജ്യോതിഷം. അപ്പം അതിനെക്കുറിച്ച് വിശദമായിട്ട് നമ്മൾ അറിയണം, പഠിക്കണം, പ്രചരിപ്പിക്കണം ഒക്കെ വേണം. പക്ഷെ അത് ഇന്നത്തെ കാലഘട്ടത്തിൽ അതിൻ്റെ ആവശ്യമില്ല. പിന്നെ വിവാഹ പൊരുത്തം നോക്കുക, അത് 100% സത്യമായൊരു കാര്യമാണ്. ശ്രീനാരായണ ഗുരുദേവൻ പോലും പറഞ്ഞിട്ടുണ്ട്, ഗാന്ധർവ പ്രേമിച്ച് വിവാഹം കഴിക്കാം, പക്ഷേ പൊരുത്തം നോക്കേണ്ടത് അനിവാര്യമാണെന്ന്. ഇന്ന് ആരും തന്നെ അത് നോക്കുന്നില്ല. അപ്പം സജ്ജനങ്ങളെ, നിങ്ങളെല്ലാവരും, നമുക്ക് പാരമ്പര്യമായി കിട്ടിയിരിക്കുന്ന ശാസ്ത്രത്തിലൊന്നാണ് ജ്യോതിശാസ്ത്രം. അതിനെ നമ്മൾ വളരെ ബഹുമാനത്തോടു കൂടി നോക്കണം. എങ്കിൽ ചോദിക്കും, മറ്റിതര മതങ്ങളായ മുസ്ലിംസും ക്രിസ്ത്യൻസും ജ്യോതിഷം നോക്കുന്നില്ലല്ലോ എന്ന്. കാരണം അവർ ആ ശാസ്ത്രത്തെക്കുറിച്ച് അറിഞ്ഞിട്ടില്ല, പഠിച്ചിട്ടില്ല. അതുമാത്രമല്ല, അവരുടെ പ്രാർത്ഥനകളിൽ എല്ലാം മാറ്റും. ഈശ്വരൻ, സർവശക്തനായൊരു ഈശ്വരനോട് പ്രാർത്ഥിക്കേണ്ടത് പഠിപ്പിക്കുന്ന 2 മതങ്ങളാണ് അത് രണ്ടും. അതുകൊണ്ട്, അതായത് ക്രിസ്ത്യൻ മതവും ഇസ്ലാം മതവും ആ ചിട്ടയനുസരിച്ച് ജീവിക്കുന്നതുകൊണ്ട് അവർക്ക് ജ്യോതിശാസ്ത്രത്തിൻ്റെ ആവശ്യമില്ല. ഹിന്ദുമതവും അതേപോലെ ഈശ്വരനെ അറിഞ്ഞ് ജീവിക്കുക എങ്കിൽ അവിടെ ജ്യോതിഷത്തിൻ്റെ പ്രസക്തി വരുന്നില്ല. എന്നാലും കണ്ണിൽ കൊള്ളേണ്ടത് പിരിയത്ത് കൊള്ളും എന്ന് പറയുന്ന പ്രകാരം ജ്യോതിഷം ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ്. നന്ദി, നമസ്കാരം.